എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായ ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് റവ ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. 1 മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റവ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം, പിന്നെ ഒരു 4-5 ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഒത്തിരി നേരം അങ്ങോട്ട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ റോസിൻ്റെ എസൻസോ അല്ലെങ്കിൽ പനിനീരോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റവയുടെ മിശ്രിതം ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടതൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കാം. അപ്പോൾ പാലും റവയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ. എന്നതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതവിടെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വലിയ ഉരുളകളാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാ ഈ ഒരു കപ്പിൻ്റെ അളവിന് എനിക്കൊരു 14 എണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി സ്റ്റവ് ഓണാക്കി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് മുങ്ങി കിടന്ന് പൊരിഞ്ഞ് വരാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബോൾസ് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വരട്ടെ. അപ്പോൾ അതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇത് നമ്മളിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാവരും റെഡിയാക്കിയിട്ട് പഞ്ചസാര പാനിയിലേക്ക് ചേർക്കാം. അപ്പോൾ എല്ലാവരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ച് വെച്ച് 1 മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കുക. അതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് തണുപ്പിച്ചിട്ടും അല്ലാതെയും കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്